Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാനുള്ള ഗവൺമെന്റ് ഉത്തരവിന്റെ കോപ്പി പയ്യന്നൂർ നഗരസഭ ഓഫീസിന് മുന്നിൽ കത്തിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. 25 സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവം വിവിധ കീഴ്ക്കടക ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്രയ്ക്ക് തുടക്കമായി. മഹിളാ കോൺഗ്രസ് ആശമാർക്കൊപ്പം എന്ന മുദ്രാവാക്യമുയർത്തി മഹിളാ കോൺഗ്രസ് പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മാസ് സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പ്രകൃതി മനോഹര ദൃശ്യങ്ങൾ ആസ്വദിച്ച് ഉല്ലാസയാത്ര നടത്താൻ സാധിക്കുന്ന പ്രദേശമായ പഴയങ്ങാടി പട്ടുവം പുഴയിൽ സർക്കാർ നിയന്ത്രണത്തിൽ ഉല്ലാസ ബോട്ട് സർവീസ് നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. സ്വകാര്യ ഉല്ലാസ ബോട്ടുകളിൽ ഒരു ദിവസം നീണ്ടുനിൽക്കുന്ന യാത്ര സാധാരണ കുടുംബങ്ങൾക്ക് താങ്ങാൻ സാധിക്കുന്നില്ല. വാർത്തകൾ വിശദമായി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാനുള്ള ഗവൺമെന്റ് ഉത്തരവിന്റെ കോപ്പി പയ്യന്നൂർ നഗരസഭ ഓഫീസിന് മുന്നിൽ കത്തിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. സമാധാന മാർഗമാണ്, അല്ലാതെ നമ്മളതിനുള്ള പേര് ഒറ്റപ്പാടാക്കാനോ സമരത്തിനും അത് കഴിഞ്ഞാൽ ഒരാളും അതിന്റെ മേലേക്ക് പോയി. ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാനുള്ള ഗവൺമെന്റ് ഉത്തരവിന്റെ കോപ്പി പയ്യന്നൂർ നഗരസഭ ഓഫീസിനു മുന്നിൽ കത്തിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. വെള്ളൂർ, പയ്യന്നൂർ, കോറോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സർക്കുലർ കത്തിച്ച് പ്രതിഷേധിച്ചു. പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് പിലാക്കൽ അശോകന്റെ അധ്യക്ഷതയിൽ DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, ആശാവർക്കർക്ക് അഭിവാദ്യങ്ങൾ, ആശാവർക്കർമാർക്ക് അഭിവാദ്യങ്ങൾ, ആശാവർക്കർമാർക്ക് അഭിവാദ്യങ്ങൾ. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. സംസ്ഥാനത്ത് 2 ആഴ്ചയിലേറെയായി നമ്മുടെ സഹോദരിമാർ ആശാവർക്കർമാർ സമരത്തിലാണ്. ആ സമരം ഒത്തുതീർപ്പാക്കാൻ, അതിന് പരിഹാരം കാണാൻ ഈ ഗവൺമെന്റ് തയ്യാറാവാത്തത് കൊണ്ടുള്ള, അവരോട് ഐക്യദാർഢ്യം പ്രകടിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് ഇവിടെ നടക്കുന്നത്. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എത്ര സമരം ചെയ്താലും ഈ പ്രശ്നം തീർക്കാൻ അവർ തയ്യാറാവില്ല. കെ ജയരാജ്, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, VC നാരായണൻ, EP ശ്യാമള, KT ഹരീഷ്, A രൂപേഷ്, N ഗംഗാധരൻ, PV പ്രിയ, പുഷ്പവല്ലി, ലതാ നാരായണൻ,
AK ശ്രീജ, കച്ചേരി രമേശൻ, അർഷാദ് കവ്വായി തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ 25 സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ കലവറ നിറയ്ക്കാൻ വിവിധ കീഴ്ഘടക ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രയ്ക്ക് തുടക്കമായി. ഒളവറ മുണ്ടക്കാവിൽ നിന്നും ആരംഭിച്ച കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരങ്ങൾ പങ്കെടുത്തു. പെരുങ്കളിയാട്ട മഹോത്സവത്തിനെത്തുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് അന്നദാനമൊരുക്കുന്നതിനുള്ള അരിയും പച്ചക്കറികളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തലച്ചുമടായും വാഹനങ്ങളിലുമായി കീഴ്ഘടക അറകളും മുണ്ടികളും വിവിധ സമുദായ ക്ഷേത്രങ്ങളും നേതൃത്വം വഹിച്ചാണ് രാമവില്യം കഴകത്തിൽ എത്തിക്കുന്നത്. കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ പരിചമുട്ടുകളി, ചെണ്ട, ബാൻഡ് വാദ്യം, മുത്തുകുടകൾ തുടങ്ങിയവ അകമ്പടിയായി. തുടർന്നുള്ള ദിവസങ്ങളിലും വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര കഴകത്തിലെത്തും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മഹിളാ കോൺഗ്രസ് ആശമാർക്കൊപ്പം എന്ന മുദ്രാവാക്യമുയർത്തി മഹിളാ കോൺഗ്രസ് പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മാസ് സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് ആശമാർക്കൊപ്പം എന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാന വ്യാപകമായി കേരളത്തിലെ 282 ബ്ലോക്കുകളിലും കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി മഹിളാ കോൺഗ്രസ് പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാസ് സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാനത്തേക്കാൾ കൂടുതൽ ഓണറേറിയം എടുക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ അതൊന്നും കണക്കാക്കാതെ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് അത്രമാത്രം സംഭാവനകൾ നൽകുന്ന ആശാവർക്കർമാരെയാണ് ഇത്രമാത്രം അവഗണിക്കുന്നത് എന്ന് നമുക്ക് കാണാതിരിക്കാൻ കഴിയാം. കോവിഡ് സമയത്തും അല്ലെങ്കിൽ നിപ്പയുടെ കാലത്തിലുമൊക്കെ നമ്മുടെ ആരോഗ്യ മേഖല അത്രമാത്രം താറുമാറായ സന്ദർഭത്തിലും ഇപ്പോൾ അവകാശപ്പെടുന്ന നമ്പർ 1 കേരളം എന്ന് ആരോഗ്യരേഖയിൽ നമ്പർ 1 ആണ് കേരളം എന്ന് അവകാശപ്പെടുമ്പോഴും നമുക്കറിയാം മന്ത്രി വീണ ജോർജിന്റെ കഴിവുകൊണ്ടല്ല. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PV പ്രിയ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് K ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി. AP നാരായണൻ, DK ഗോപിനാഥ്, പ്രശാന്ത് കോറോം, സംസ്ഥാന സെക്രട്ടറി EP ശ്യാമള, ധനലക്ഷ്മി PV, ജില്ലാ ഭാരവാഹികൾ, ബ്ലോക്ക് ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റുമാർ, കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഫാത്തിമ ഉസ്മാൻ സ്വാഗതവും സുനിത K നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രകൃതി മനോഹര ദൃശ്യങ്ങൾ ആസ്വദിച്ച് ഉല്ലാസയാത്ര നടത്താൻ സാധിക്കുന്ന പ്രദേശമാണ് പഴയങ്ങാടി പട്ടുവം പുഴ. ഇവിടെ സർക്കാർ നിയന്ത്രണത്തിൽ ഉല്ലാസ ബോട്ട് സർവീസ് നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഉത്തര മലബാറിന്റെ ടൂറിസം രംഗത്ത് കുതിപ്പേകുന്ന പദ്ധതിയായിരുന്നു മലബാർ റിവർ ക്രൂയിസ് പദ്ധതി. എന്നാൽ ഇത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ അധികൃതർക്ക് സാധിച്ചില്ല. പ്രകൃതി മനോഹരവും കണ്ടൽക്കാടുകൾ നിറഞ്ഞതുമായ പ്രദേശമാണ് പഴയങ്ങാടി പട്ടുവം പുഴ. അപൂർവയിനം പക്ഷികളെയും കണ്ടൽക്കാടുകളെയും ദ്വീപ് പ്രദേശങ്ങളുമെല്ലാം ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര ഏറെ മനോഹരവുമാണ്. സ്വകാര്യ സംരംഭകരുടെ ഹൗസ് ബോട്ടുകളാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര സാധാരണ കുടുംബങ്ങൾക്ക് താങ്ങാൻ സാധിക്കില്ല. സർക്കാർ തലത്തിൽ ഇതുവഴി ബോട്ട് സർവീസ് ആരംഭിച്ചാൽ സാധാരണക്കാർക്ക് ഏറെ സഹായകമാകും. കൂടുതൽ സന്ദർശകർ എത്തിച്ചേരുകയും ചെയ്യും. സർക്കാർ തലത്തിലൂടെ ബോട്ട് ഇറക്കണം. എന്നാൽ കുറച്ച് ചെലവ് കുറഞ്ഞിട്ട് ഒരു സാധാരണക്കാർക്കും കുടുംബത്തിനും ഒരു വിനോദമായിട്ട് ഇതിൽ പോകാൻ പറ്റുന്നതാണ് എനിക്ക് പറയാനുള്ളത്. കൂടാതെ നല്ല ഏരിയ കാണാനുണ്ട്. ഇവിടെ കണ്ടൽക്കാടും അതേപോലെ കാമനമ്പിന് തുരുത്ത്, അത് പിന്നെ ഈ ദാലിൽ തുരുത്ത്, ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്രദേശമാണ് ഈ നമ്മളെ പഴയങ്ങാടി പുഴ. അതുപോലെ തന്നെ ബോട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടെർമിനൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതെല്ലാം സർക്കാർ തലത്തിലെ ബോട്ട് വന്ന് അടുപ്പിക്കാനെല്ലാം ഒരു ഉപകാരപ്പെടും. ഉത്തര മലബാറിൽ കൂടുതൽ ഉല്ലാസ ബോട്ട് അനുവദിക്കാൻ ഇടപെടലുണ്ടാകണമെന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള സ്റ്റേറ്റ് ഖാദി ബോർഡ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയും മെമ്പർഷിപ്പ് ക്യാമ്പയിനിങ്ങും പയ്യന്നൂരിൽ നടന്നു. DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു.
കേരള സ്റ്റേറ്റ് ഖാദി ബോർഡ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയും മെമ്പർഷിപ്പ് ക്യാമ്പയിനിങ്ങും DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ തൊഴിലാളികളെ എങ്ങനെയെല്ലാം പീഡിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ്. മാത്രമല്ല ജനങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം, വിലക്കയറ്റം, അതുപോലെ ക്ഷേമ പെൻഷൻ കൊടുക്കായിക, അങ്ങനെ എല്ലാ മേഖലയിലും ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ചൂരൽമലയും മുണ്ടക്കയവും അവിടെയുണ്ടായ മഹാദുരന്തം. KBEU വർക്കിംഗ് പ്രസിഡന്റ് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. KBEU ജനറൽ സെക്രട്ടറി BS രാജീവ്, മണ്ഡലം പ്രസിഡന്റ് വിനോദ് കുമാർ, KBEU വൈസ് പ്രസിഡന്റ് സുഭാഷ് P, സനൂപ് നമ്പ്രോൻ, KBEU ട്രഷറർ ശ്യാംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ബ്ലോക്ക് ഇന്നവേഷൻ ക്ലസ്റ്റർ രൂപീകരിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് ഇന്നവേഷൻ ക്ലസ്റ്റർ രൂപീകരണ ശില്പശാല പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി PV വത്സല ഉദ്ഘാടനം ചെയ്തു. KDISCും കിലയും ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒരു ആശയം എന്ന പദ്ധതിയുടെ ഭാഗമായി ബ്ലോക്ക് ഇന്നവേഷൻ ക്ലസ്റ്റർ എന്ന പദ്ധതി കേരളത്തിലെ 19 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പൈലറ്റ് അടിസ്ഥാനത്തിൽ നടന്നുവരുന്നു. ഓരോ ബ്ലോക്ക് കേന്ദ്രീകരിച്ച് സർക്കാർ സംവിധാനങ്ങൾ, അക്കാദമിക സ്ഥാപനങ്ങൾ, ഇൻഡസ്ട്രികൾ, സംരംഭങ്ങൾ, പൊതുസമൂഹങ്ങൾ എന്നിവ കൂട്ടിയോജിപ്പിച്ച് ഇതുവരെ പരിഹാരം കാണാൻ സാധിക്കാത്ത സങ്കീർണമായ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സമഗ്രമായ ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് ബ്ലോക്ക് ഇന്നൊവേഷൻ ക്ലസ്റ്റർ എന്ന ആശയം നടപ്പിലാക്കുന്നത്. പ്രവർത്തനങ്ങളുടെ ഭാഗമായി പയ്യന്നൂർ ബ്ലോക്ക് ഇന്നൊവേഷൻ ക്ലസ്റ്റർ രൂപീകരണ ശില്പശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ ഒരു നൂതന ആശയത്തിന്റെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്തുകൾ ക്ലസ്റ്റർ രൂപീകരിക്കണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നത്. സംസ്ഥാനത്ത് വളരെ ചുരുക്കം ബ്ലോക്ക് പഞ്ചായത്തുകളെ മാത്രമാണ് ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തുമാണ് ഈ പദ്ധതികൾക്ക് വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ വിശദമായ ക്ലാസ്സുകളെല്ലാം നമുക്ക് ലഭിക്കും. നമ്മൾ ഈ ക്ലാസ്സിൽ, ഈ ശില്പശാലയിൽ പങ്കെടുക്കേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, അതുപോലെ തന്നെ നമ്മുടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ. വൈസ് പ്രസിഡന്റ് PV അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. KDISC പ്രതിനിധി MK വാസു, OLOA ജില്ലാ കോർഡിനേറ്റർ സ്വാതി PP, കില ബ്ലോക്ക് കോർഡിനേറ്റർ രവി രാമന്തളി എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. ശില്പശാലയിൽ വിദഗ്ധ പാനലായി വുമൺ പോളിടെക്നിക്, കുഫോസ്, ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി, നെസ്റ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ആംബിയർ IT, ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നീ അക്കാദമിക് സ്ഥാപനങ്ങളിൽ നിന്ന് പങ്കാളിത്തമുണ്ടായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ടോന്താർ ചെറുവിച്ചേരി ഭൂദാനം റോഡ് പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. റോഡ് പ്രവൃത്തിക്കായി റോഡ് കിളച്ച് ജില്ലി നിരത്തിയതിനാൽ പൊടിശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കണ്ടോന്താർ ചെറുവിച്ചേരി ഭൂദാനം PWD റോഡാണ് വീതി കൂട്ടി നവീകരിക്കുന്നത്. 6 കോടി രൂപ ചിലവിലാണ് നിർമ്മാണ പ്രവൃത്തി. കണ്ടോന്താർ മുതൽ ചെറുവിച്ചേരി പുതിയ ഭഗവതി ക്ഷേത്രം വരെയുള്ള ഭാഗം ടാറിംഗ് നടത്തിയിട്ടുണ്ട്. ബാക്കി വരുന്ന ഭാഗത്തെ പ്രവൃത്തി ആഴ്ചകളോളമായി നിലച്ചിരിക്കുകയാണ്. പ്രവൃത്തി നടത്താത്തതിനാൽ പൊടിശല്യത്താൽ പ്രയാസത്തിലായിരിക്കുകയാണ് ജനങ്ങൾ. റോഡ് നവീകരണ പ്രവൃത്തിക്കായി റോഡ് കിളച്ച് ജില്ലി നിരത്തിയതിനാൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഏറെ പ്രയാസപ്പെട്ടാണ് കടന്നുപോകുന്നത്. ട്രിപ്പ് വിളിച്ചാൽ പല ടാക്സി വാഹനങ്ങളും ഇതുവഴി സർവീസ് നടത്താൻ തയ്യാറാകാത്ത അവസ്ഥയാണ്. പൊടിശല്യം കാരണം റോഡിന് സമീപമുള്ള വീടുകളിൽ താമസിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെന്ന് ജനങ്ങൾ പറയുന്നു. വളരെ പ്രശ്നം ഈ റോഡിനെ എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടി ജനങ്ങൾ പൊടിശല്യം ഒരുപാടുണ്ട്. പിന്നെ റോഡ് മറ്റേ ആ അറേക്കല്ലടുത്ത് ഇങ്ങോട്ടുള്ള റോഡുകൾ ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമല്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനെ ഗതാഗത യോഗ്യമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് അധികൃതർ എടുക്കുന്നുണ്ട് നടപടി ഉണ്ടാവണം. പിന്നെ മറ്റ് ഈ റോഡുകൾ, അനുബന്ധ റോഡുകളെല്ലാം പൊളിച്ചിട്ടിട്ട് ഇപ്പോൾ അത് ദുരിതത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ജനങ്ങളെ അത് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ഇങ്ങോട്ട് വരുന്നില്ല. ഓട്ടോറിക്ഷക്കാർ അത് വിളിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത്. കോൺട്രാക്റ്റുകാരൻ വന്നിട്ട് അത് ഇതെടുക്കാമെന്ന് പറഞ്ഞതല്ലാതെ കൊണ്ട് യാതൊരുവിധ ഇത് നടപടി എടുക്കുന്നില്ല. പല ഭാഗത്തും ഇപ്പോൾ സ്ഥലം അക്വയർ ചെയ്ത സ്ഥലത്ത് തന്നെ എടുക്കാണ്ട് ചില ആളുകൾ താല്പര്യകക്ഷികൾ എടുക്കാതെ കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. അതിലൊരു ആക്ഷേപം ജനങ്ങളുടെ ഇടയിൽ വല്ലാതെ കണ്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ആക്ഷേപങ്ങളും ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഈ റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ജില്ലിക്കല്ലുകൾ നിരത്തിയതിനാൽ കാൽനട യാത്ര പോലും ദുസ്സഹമായിരിക്കുകയാണ്.
ബാക്കി വരുന്ന ഭാഗം എത്രയും പെട്ടെന്ന് തന്നെ ടാറിംഗ് നടത്തി ഗതാഗതയോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മേൽപ്പാലം ആവശ്യം ശക്തമാക്കി ഗതാഗത വകുപ്പ് മന്ത്രിക്ക് വിദ്യാർത്ഥികളുടെ കത്ത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായുണ്ടായ സ്കൂളിലേക്കുള്ള യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ഹൈവേക്ക് മുകളിലൂടെ നടപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ചേർന്ന് കത്തെഴുതി. 1700-ലധികം കുട്ടികൾ പഠിക്കുന്ന വെള്ളൂർ സ്കൂളിലേക്ക് ദേശീയപാതയുടെ കിഴക്ക് വശത്തു നിന്നും വരുന്ന കുട്ടികൾക്ക് എത്തിച്ചേരാൻ നിലവിൽ മാർഗമില്ല. ഒന്നുകിൽ കൊട്ടണച്ചേരി അടിപ്പാത അല്ലെങ്കിൽ വെള്ളൂർ ബാങ്ക് അടിപ്പാത വഴി ചുറ്റിവരേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എന്നാൽ പലപ്പോഴും ദേശീയപാതയിൽ സ്ഥാപിച്ചിട്ടുള്ള ഡിവൈഡറുകൾ ചാടിക്കടന്ന് റോഡ് മുറിച്ചു കടന്നാണ് കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത്. ഇത് വലിയ അപകടം വിളിച്ചു വരുത്തുമെന്നതിനാൽ സ്കൂൾ PTA നേതൃത്വത്തിൽ നേരത്തെ ഒരു നിവേദനം നൽകിയിരുന്നു. ഇതുകൂടാതെയാണ് ഇപ്പോൾ മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പോസ്റ്റ് കാർഡിൽ എഴുതി തയ്യാറാക്കിയ കത്ത് കേന്ദ്രമന്ത്രിക്ക് അയക്കുന്നത്. കുട്ടികൾ തയ്യാറാക്കിയ കത്ത് സ്കൂളിൽ വെച്ച് മുൻ MLA C. കൃഷ്ണൻ ഏറ്റുവാങ്ങി. ചടങ്ങിൽ PTA പ്രസിഡന്റ് N. രാജേഷ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ജയചന്ദ്രൻ K. സ്വാഗതം പറഞ്ഞു. ഹെഡ്മിസ്റ്റേഴ്സ് ദീപ V, വിശ്വനാഥൻ KK, ആശിഷ് T, സ്റ്റാഫ് സെക്രട്ടറി PV സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ടി ഗോവിന്ദൻ ഓൾ ഇന്ത്യ ഇൻവിറ്റേഷൻ വോളിബോൾ ടൂർണമെന്റ് മെയ് 13 മുതൽ 18 വരെ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ടി ഗോവിന്ദൻ ഓൾ ഇന്ത്യ ഇൻവിറ്റേഷൻ വോളിബോൾ ടൂർണമെന്റ് മെയ് 13 മുതൽ 18 വരെ നടക്കും. മുന്നോടിയായി പയ്യന്നൂർ AK കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒരു ഓൾ ഇന്ത്യ സ്വഭാവമുള്ള ടീമുകളാണ് ഇതിലെല്ലാം പങ്കെടുക്കുന്നത് എന്ന നിലയിൽ വനിതാ വിഭാഗത്തിലും അങ്ങനെ തന്നെ ആ ടൂർണമെന്റ് വലിയ പ്രചരണത്തോടു കൂടിയിട്ടാണ് സംഘടിപ്പിച്ചത്. നവീനമായിട്ടുള്ള പ്രചരണ രീതികൾ ജനങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളൊക്കെ അന്ന് നടത്തി. ആ ടൂർണമെൻ്റ് അതുവരെയുള്ള എല്ലാ വിഷമങ്ങളും പരിഹരിക്കുന്ന രീതിയിലുള്ള ഗംഭീര വിജയമായി, എല്ലാം കൊണ്ടും വിജയമായി. പിന്നീട് എല്ലാറ്റിനും ഒരു ഇടവേളയുണ്ട് എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. 2007 കഴിഞ്ഞ് 2013 കഴിഞ്ഞ് പിന്നീട് ഒരു മത്സരം 2017 നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിച്ചു. TA അഗസ്റ്റിൻ, T ബാലചന്ദ്രൻ എന്നിവർ വിശദീകരണം നടത്തി. KV ശശീന്ദ്രൻ ബജറ്റ് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ, V നാരായണൻ, MK രാജൻ, KV ബാബു, V ബാലൻ, അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, ഇക്ബാൽ പോപ്പുലർ, TV നന്ദകുമാർ, പയ്യന്നൂർ DYSP K വിനോദ് കുമാർ, സദനം നാരായണൻ, KU വിജയകുമാർ, P വിജയൻ, ഡോക്ടർ M ഹരിദാസ്, സോഫിയ വിജയകുമാർ, P ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. TI മധുസൂദനൻ MLA ചെയർമാനായും പ്രൊഫസർ K രാജഗോപാലൻ വർക്കിംഗ് ചെയർമാനായും TA അഗസ്റ്റിൻ ഓർഗനൈസിംഗ് സെക്രട്ടറിയായും P ഗംഗാധരൻ ജനറൽ കൺവീനറായും KV ശശീന്ദ്രൻ ട്രഷററായും ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കോൽ കുണ്ടയംകോവൽ സീഡ് ഫാമിന്റെ മുൻവശത്ത് റോഡ് താഴ്ന്ന് അപകടക്കെണിയൊരുക്കുന്നു. വെളുത്ത നിറത്തിൽ സിഗ്നൽ നൽകിയിട്ടുണ്ടെങ്കിലും ഉടനടി പരിഹാരമുണ്ടായില്ലെങ്കിൽ വലിയ അപകട പരമ്പര തന്നെ ഈ ഭാഗത്തുണ്ടാകുമെന്നും നാട്ടുകാർ അഭിപ്രായപ്പെടുന്നു. കാങ്കോൽ കുണ്ടയംകോവൽ വൈദ്യനാഥേശ്വര ക്ഷേത്രത്തിലേക്കുള്ള റോഡിന് മുൻവശത്തായാണ് കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. സീഡ് ഫാമിന്റെ കിഴക്കുഭാഗത്തെ ഗേറ്റിന് മുൻവശത്തായാണിത്. കഴിഞ്ഞ മഴക്കാലത്ത് ഈ പ്രദേശത്ത് വെള്ളം കെട്ടിനിന്നിരുന്നു. ഇതാവാം റോഡ് താഴാൻ കാരണം. വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഭയാനകമായ കുലുക്കവും ശബ്ദവും അനുഭവപ്പെടുന്നുണ്ട്. ഒരു 2 ആഴ്ച മുമ്പ് കേബിൾ വലിക്കാനായിട്ട് കുഴി കുത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ആ സീഡ് ഫാമിൻ്റെ ഗേറ്റിന് മുൻവശത്തായിട്ട് ഒരു കുഴി കുത്തിയിട്ട് 4 ദിവസത്തോളം അതിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. അതിനുശേഷമാണ് ഇവിടെ ഇതിൽ നിന്ന് മണ്ണ് വലിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു കുഴി രൂപപ്പെട്ടിട്ടുണ്ടായത്. അപ്പോൾ ഇതിലിപ്പം നമ്മൾ ശ്രദ്ധിക്കാതെ ഇന്നാണ് ഇതിനൊരു വരയൊക്കെ വരച്ചിട്ട് ഒരു ആൾക്കാർ ശ്രദ്ധിക്കുന്ന രൂപത്തിലേക്ക് പോയിട്ടുള്ളത്. അതിനുമുമ്പ് അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ 2-3 2 വീലർ ആളുകളുടെ അപകടത്തെ പറ്റി അവർ വീണ് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ജനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ ഇത് വലിയൊരു അപകടത്തിലേക്ക് ആണ് പോകാനുള്ള സാധ്യതയുണ്ട്. റോഡിൽ മുന്നറിയിപ്പ് വരകൾ നൽകിയിട്ടുണ്ടെങ്കിലും ഉടനടി പരിഹാരമുണ്ടായില്ലെങ്കിൽ വലിയ അപകട പരമ്പര തന്നെ ഈ ഭാഗത്തുണ്ടാകുമെന്നും നാട്ടുകാർ ഭയപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറിക്ക് വേണ്ടി നഗരസഭ നിർമ്മിച്ച ലൈബ്രറി റീഡിംഗ് റൂം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു.
പയ്യന്നൂർ താലൂക്ക് ലൈബ്രറിക്ക് വേണ്ടി നഗരസഭ നിർമ്മിച്ച ലൈബ്രറി റീഡിംഗ് റൂമിന്റെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ നിർവഹിച്ചു. കഴിഞ്ഞ ബഡ്ജറ്റ് ദിവസത്തിലാണ് ഒരു വായനാ മുറി പയ്യന്നൂർ നഗരസഭ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം എന്നൊരാവശ്യം ശിവകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ നഗരസഭയുടെ മുന്നിൽ അവതരിപ്പിച്ചു. ശിവകുമാരം കൂടിയുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു വായനാ മുറി നമുക്ക് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കഴിയണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ബഡ്ജറ്റിൽ താലൂക്ക് വൈസ് പ്രസിഡന്റ് PM കൃഷ്ണപ്രഭ അധ്യക്ഷത വഹിച്ചു. K ശിവകുമാർ, വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, VV ചന്ദ്രശേഖരൻ, VP സുകുമാരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനം ഏപ്രിൽ 17-18 തീയതികളിൽ ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. പടന്നപ്പുറത്ത് നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനം ഏപ്രിൽ 17-18 തീയതികളിൽ ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. പടന്നപ്പുറത്ത് നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൂടുതൽ സമൂഹത്തിൽ വേരൂന്നാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ പാഠപുസ്തകത്തെ പോലും വരുന്നൊരു തലമുറയിൽ തന്നെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസ മേഖലയെ പോലും പാഠപുസ്തകത്തെ പോലും വർഗീയവൽക്കരിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ശാസ്ത്ര ബോധമല്ലാത്ത രൂപത്തിൽ മിത്തുകളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള അബദ്ധജടിലമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഭരണകൂടം തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലമാണിത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചടങ്ങിൽ K പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. CP ഹരീന്ദ്രൻ മാസ്റ്റർ, M ദിവാകരൻ, P നാരായണൻകുട്ടി, TV ഉണ്ണികൃഷ്ണൻ, PP ബാബു, A മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. TV രാജേഷിനെ സംഘാടക സമിതി ചെയർമാനായും M ദിവാകരൻ ജനറൽ കൺവീനറായുമുള്ള 200 അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയായി ആശ്വാസ് ജനകീയാരോഗ്യ ക്യാമ്പയിൻ, ഇരുൾ പടരാതിരിക്കുവാൻ ശാസ്ത്രബോധ ക്യാമ്പയിൻ, ഇന്ത്യയും കേരളവും ഒരു താരതമ്യം ജില്ലാതല സെമിനാർ, ഇന്ത്യൻ ശാസ്ത്ര പാരമ്പര്യം നാൾവഴികൾ ജില്ലാതല സെമിനാർ, ഹാപ്പിനെസ് സ്കൂൾ പഠനം, ചെറുതാഴം സുസ്ഥിര ഗ്രാമം മുന്നോട്ടുള്ള വഴികൾ, 500 ശാസ്ത്ര ക്ലാസുകൾ, പുസ്തക പ്രചരണം, സ്വാശ്രയ ഉൽപ്പന്ന പ്രചാരണം തുടങ്ങിയ ക്യാമ്പയിൻ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കും. ഒപ്പം വിദ്യാർത്ഥികൾക്ക് സയൻസ് പഠനത്തിന് സഹായിക്കുന്ന പുസ്തകങ്ങളും പുതുതായി പ്രസിദ്ധീകരിക്കും. ശാസ്ത്ര മാസികകളും പുസ്തകങ്ങളും പ്രചരിപ്പിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പഴയങ്ങാടി എരിപുരം ട്രാഫിക് സർക്കിളിൽ ഒരുക്കിയ പൂന്തോട്ടം നട്ടുനനച്ച് 7ാം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK വിശ്വനാഥൻ. കാട് പിടിച്ചു കിടന്ന സ്ഥലത്ത് നേരത്തെ മാടായി ഗേൾസ് ഹൈസ്കൂൾ NSS യൂണിറ്റാണ് പൂന്തോട്ടം ഒരുക്കിയത്. പഴയങ്ങാടി KSTP റോഡിൽ എരിപുരം കവലയിലെ ട്രാഫിക് സർക്കിൾ പരിപാലിക്കുകയാണ് PK വിശ്വനാഥൻ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇതുവഴി കടന്നു പോകുമ്പോഴാണ് ഈ കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത്. ദൃശ്യം ഷൂട്ട് ചെയ്യേണ്ട എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ മറുപടി. എന്നാൽ ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വിശ്വനാഥൻ മാസ്റ്റർ ദൃശ്യം പകർത്താൻ അനുമതി നൽകിയത്. TV രാജേഷ് MLA ആയ കാലത്താണ് ട്രാഫിക് സർക്കിൾ മനോഹരമാക്കാൻ അനുമതി ലഭിച്ചത്. അങ്ങനെ മാടായി ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനികളും PTIയും ചേർന്ന് പൂന്തോട്ടം ഒരുക്കി. ഇടയ്ക്ക് ആരും ശ്രദ്ധിക്കാതായ പൂന്തോട്ടം നട്ടുനനയ്ക്കാൻ PK വിശ്വനാഥൻ മാസ്റ്റർ രംഗത്തെത്തുകയായിരുന്നു. നെരുവമ്പുറത്തെ മാർജിൻ ഫ്രീ ഷോപ്പ് ഉടമ രാജീവനും സഹായത്തിനുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് 2-3 മാസം ആരോഗ്യ പ്രശ്നമായി, അതുകൊണ്ട് വെള്ളടിക്കാൻ ആളുണ്ടായിട്ടില്ല. ഇപ്പോൾ മറ്റേ കിണറിന്നാണ് വെള്ളം കൊണ്ട് ഒഴിക്കൽ. എനിക്ക് ആ ഒരു ചെറിയ പ്രശ്നമായതുകൊണ്ട് പറ്റുന്നില്ല. ഇപ്പോൾ നമ്മുടെ നെരുവമ്പുറത്തുനിന്ന് നമ്മുടെ മാർജിൻ ഫ്രീ മാർക്കറ്റ് ഉടമ രാജീവനാണ് ഇപ്പം വെള്ളമൊഴിക്കാൻ സഹായിച്ച് വരുന്നത്. എല്ലാ ദിവസവും അടിക്കയില്ല. ഇതിൻ്റെ ജീവൻ നിലനിർത്തുക മാത്രമാണ് ഇപ്പോൾ ലക്ഷ്യം. ഇപ്പോൾ 7ാം ഗ്രാമപഞ്ചായത്ത് ഈ ഗാർഡൻ ഏറ്റെടുത്തത് ഒരു സന്തോഷ വാർത്ത കൂടി ഉണ്ട്. അതിൻ്റെ മെയിൻ്റനൻസ് PWD നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. ഒരു പൈപ്പിടേണ്ട പ്രവർത്തനം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഈ ഗാർഡൻ ഉഷാറായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. എന്തായാലും എരിപുരം ട്രാഫിക് സർക്കിൾ മനോഹരമാക്കുന്നതിൽ ഇവരുടെ പ്രവർത്തനം മാതൃകാപരം തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള ഫുഡ് ഹൗസ് സഹകരണ സംഘത്തിൽ നിന്നും സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന PP കാർത്തിയായനിക്ക് സംഘം ജീവനക്കാർ യാത്രയയപ്പ് നൽകി. പരിപാടി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ K സുദീപ് ഉദ്ഘാടനം ചെയ്തു.
കേരള ഫുഡ് ഹൗസ് സഹകരണ സംഘത്തിൽ നിന്നും സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന PP കാർത്തിയായനിക്ക് സംഘം ജീവനക്കാർ യാത്രയപ്പ് നൽകി. പരിപാടി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ K. സുദീപ് ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ രീതിയിൽ വളർന്ന് വികസിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകളും കൂടാതെ വയനാട് ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും ചില ഭാഗങ്ങളിൽ പോലും രോഗികൾ എത്തിച്ചേരുന്ന വലിയൊരു സ്ഥാപനമായിട്ട് മാറി. PP കാർത്തിയായനിക്കുള്ള ഉപഹാര സമർപ്പണം സംഘം പ്രസിഡന്റ് മാണിക്കര ഗോവിന്ദൻ നിർവഹിച്ചു. ചടങ്ങിൽ വെച്ച് ഡൗൺ സിൻഡ്രോം നാഷണൽ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ മാസ്റ്റർ ശബരിനാഥിനെ ആദരം നൽകി. സൂപ്രണ്ട് ഡോക്ടർ K. സുദീപ് ഉപഹാരം സമർപ്പിച്ചു. PV ഷാജി അധ്യക്ഷത വഹിച്ചു. PK പ്രസാദ്, VN അഷ്റഫ്, UK മനോഹരൻ, PR ജിജേഷ്, OV സീന, K. രാമദാസ്, K. രാധാകൃഷ്ണൻ, ശാന്തകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ റൂറൽ ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും പ്രമുഖവും ഏറ്റവും പ്രായമുള്ളതുമായ സഹകരണ സ്ഥാപനമാണ് പയ്യന്നൂർ കോർപ്പറേറ്റീവ് യൂണിയൻ. കടന്നു വന്നിട്ടുള്ള വഴികൾ എല്ലാം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്നില്ലെങ്കിൽ, കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഈ ധാരയിൽ നമുക്ക് കൂടുതൽ മുന്നോട്ടേക്ക് പോകാനോ പിടിച്ചു നിൽക്കാനോ കഴിയില്ല എന്നുള്ളത് നമ്മളെല്ലാവരും തിരിച്ചറിയുന്നൊരു കാര്യമാണ്. പയ്യന്നൂർ റൂറൽ ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസിന്റെ ഉദ്ഘാടനം TI മധുസൂദനൻ MLA നിർവഹിച്ചു. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് KK ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ MK സൈബുനീസ, സെക്രട്ടറി O നാരായണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഗാന്ധി സെന്റിനറി മെമ്മോറിയൽ സൊസൈറ്റി സ്ഥാപക പ്രസിഡന്റായിരുന്ന P. കുഞ്ഞിരാമൻ വക്കീലിന്റെ നാമധേയത്തിലുള്ള ഗാന്ധിയൻ പ്രവർത്തകനുള്ള പുരസ്കാരം തൃക്കരിപ്പൂർ തലിച്ചാലം സ്വദേശിയും റിട്ടയർഡ് പയ്യന്നൂർ ഉപജില്ലാ ഓഫീസറുമായ V. രാഘവൻ മാസ്റ്റർ ഏറ്റുവാങ്ങി. കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ തിരുവനന്തപുരം ഗാന്ധി സ്മാരക നിധി ചെയർമാൻ ഡോക്ടർ N. രാധാകൃഷ്ണനാണ് പുരസ്കാരം നൽകിയത്. മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ പ്രമുഖ പ്രഭാഷകനും സാഹിത്യകാരനുമായ മൺമറഞ്ഞ സുകുമാർ അഴീക്കോട് ഉൾപ്പെടെയുള്ളവർക്ക് ഗാന്ധിയൻ പ്രവർത്തനത്തിനുള്ള അംഗീകാരമായി നൽകിയിരുന്ന പുരസ്കാരമാണ് തൃക്കരിപ്പൂരിലെ ഗാന്ധിമാർഗം പ്രവർത്തകനായ KV രാഘവൻ മാസ്റ്റർക്ക് ലഭിച്ചത്. കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്ന കണ്ണൂർ ജില്ലാ ഗാന്ധി സെന്റിനറി മെമ്മോറിയൽ സൊസൈറ്റിയുടെ 41ാം സ്ഥാപക ദിനാഘോഷത്തിലാണ് P. കുഞ്ഞിരാമൻ വക്കീൽ പുരസ്കാര സമർപ്പണം നടന്നത്. പ്രമുഖ ഗാന്ധിയനും തിരുവനന്തപുരം ഗാന്ധി സ്മാരക നിധി ചെയർമാനുമായ ഡോക്ടർ N. രാധാകൃഷ്ണൻ പുരസ്കാരം സമർപ്പിച്ചു. കണ്ണൂർ മഹാത്മാ മന്ദിരം പ്രസിഡന്റ് EVG നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി MV മുഹമ്മദ് റഷീദ് ആദരപത്രവായന നടത്തി. മഹാത്മാ മന്ദിരം സെക്രട്ടറി C. സുനിൽകുമാർ, ട്രഷറർ ഡോക്ടർ വാരിജ് രാജീവ്, രമാജി നമ്പ്യാർ എന്നിവർ പ്രസംഗിച്ചു. ഗാന്ധിയൻ സ്ഥാപനങ്ങളുടെ ഭാവി എന്ന വിഷയത്തിൽ സണ്ണി പൈകട പ്രഭാഷണം നടത്തി. മഹാത്മാ മന്ദിരം ഭരണസമിതി അംഗമായ P. വത്സരാജൻ അനുസ്മരണം അഡ്വക്കേറ്റ് TV നാരായണൻ നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
കുണിയൻ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് നക്ഷത്ര കുഞ്ഞുങ്ങൾക്കൊപ്പം എന്ന പരിപാടി സംഘടിപ്പിച്ചു. പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ സുരേഷ് പള്ളിപ്പാറ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുണിയൻ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് നക്ഷത്ര കുഞ്ഞുങ്ങൾക്കൊപ്പം എന്ന പരിപാടി സംഘടിപ്പിച്ചു. കൂക്കാനം ബഡ് സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നാടൻപാട്ടു കലാകാരൻ സുരേഷ് പള്ളിപ്പാറ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്വന്തം നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കുണിയന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 2025 ജനുവരി മുതൽ 2026 ജനുവരി വരെ നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇന്നിവിടെ കരിവള്ളൂർ ബഡ്സ് സ്കൂളിൽ നമ്മുടെ നക്ഷത്ര കുഞ്ഞുങ്ങൾക്കൊപ്പം കഥകളും പാട്ടുകളുമായി അല്പനേരം എന്ന ഈ ഒരു പരിപാടിയുടെ ഭാഗമായി ഇവിടെ വരുവാൻ ഇവിടുത്തെ ഈ കുഞ്ഞുമക്കൾക്കൊപ്പം അല്പസമയം നാടൻപാട്ടുകളൊക്കെ പാടാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുകയാണ്. ചടങ്ങിൽ സന്തോഷ് കരിവെള്ളൂർ അധ്യക്ഷനായി. കരിവെള്ളൂർ രാജൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബഡ് സ്കൂളിലെ കുട്ടികൾക്കൊപ്പം കഥകളും പാട്ടുകളുമായി സുരേഷ് പള്ളിപ്പാറ എത്തിയത് കുട്ടികളിൽ നവ്യാനുഭവം പകർന്നു. പി കുഞ്ഞികൃഷ്ണൻ, രവി മാസ്റ്റർ, സുരേഷ് ബാബു, രജനി ജോയ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒരു വർഷക്കാലം നീണ്ടുനിൽക്കുന്ന പരിപാടികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തുളുവന്നൂർ ക്ഷേത്ര കൊടിയേറ്റ മഹോത്സവത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ജ്യോതിദാസും സംഘവും അവതരിപ്പിച്ച സോപാന സംഗീതം അരങ്ങേറി. കോറോം ശ്രീ വൈരജാതൻ കോട്ടത്തിൽ ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി സഹസ്രദീപം തെളിയിച്ചു. തുടർന്ന് തിരുവാതിര അരങ്ങേറി. കോറോം ശ്രീ വൈരജാതൻ കോട്ടത്തിൽ ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി സഹസ്രദീപം തെളിയിച്ചു. ക്ഷേത്രം മേൽശാന്തി കിഴക്കില്ലം രമേശൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് സമീപ ക്ഷേത്രങ്ങളിലെ വനിതാ കമ്മിറ്റികളുടെ തിരുവാതിര അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാനുള്ള ഗവൺമെന്റ് ഉത്തരവിന്റെ കോപ്പി പയ്യന്നൂർ നഗരസഭ ഓഫീസിന് മുന്നിൽ കത്തിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. 25 സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവം വിവിധ കീഴ്ക്കടക ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്രയ്ക്ക് തുടക്കമായി. മഹിളാ കോൺഗ്രസ് ആശമാർക്കൊപ്പം എന്ന മുദ്രാവാക്യമുയർത്തി മഹിളാ കോൺഗ്രസ് പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത്
മാസ് സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പ്രകൃതി മനോഹര ദൃശ്യങ്ങൾ ആസ്വദിച്ച് ഉല്ലാസയാത്ര നടത്താൻ സാധിക്കുന്ന പ്രദേശമായ പഴയങ്ങാടി പട്ടുവം പുഴയിൽ സർക്കാർ നിയന്ത്രണത്തിൽ ഉല്ലാസ ബോട്ട് സർവീസ് നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. സ്വകാര്യ ഉല്ലാസ ബോട്ടുകളിൽ ഒരു ദിവസം നീണ്ടുനിൽക്കുന്ന യാത്ര സാധാരണ കുടുംബങ്ങൾക്ക് താങ്ങാൻ സാധിക്കുന്നില്ല. ന്യൂസ് അവർ സമാപിക്കുന്നു. നമസ്കാരം.